മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നടന്ന +2 എക്സാം ഈ കഴിഞ്ഞ +2 എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു ചിന്ത കൂടെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? എല്ലാം കഴിഞ്ഞു പോയി. ഇനിയിപ്പോ അതിന് തോറ്റുപോയാൽ എന്ത് ചെയ്യും? ജയിക്കുകയാണെങ്കിൽ നല്ല മാർക്കിൽ ജയിക്കണം, എന്നാലേ നമുക്കൊരു ഉപരിപഠനം സാധ്യമാവുകയുള്ളൂ, നല്ല നിലയിലുള്ള ഉപരിപഠനം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളോട് അധ്യാപകരും വീട്ടുകാരും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ ചെറിയോൻ പറഞ്ഞാൽ ചെവി കയറില്ല എന്ന ചൊല്ല് വളരെ പരമാർത്ഥമാണ്. നമ്മൾ ഒരിക്കലും ആ സമയത്ത് അതൊരിക്കലും സ്വീകരിക്കാൻ തയ്യാറല്ല. ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ ഒരു കാര്യം, അതായത് മാർക്ക് കുറഞ്ഞു പോകുമോ എന്നൊരു ഭയമാണ്. ഈ ഭയം എങ്ങനെ മറികടക്കാനാകും? അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാൽ ഇനി അതൊന്ന് റീടേക്ക് ചെയ്യാൻ സാധിക്കുമോ? മാർക്ക് കുറഞ്ഞു പോയവർക്ക് വീണ്ടും എഴുതാൻ സാധിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടോ? തോറ്റു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള പല സംശയങ്ങളും പലർക്കെങ്കിലും ഉണ്ടാകും. നമസ്കാരം, Anilkumareconlabിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള മറുപടിയാണ്. നിങ്ങൾ +2 ഫെയിൽ ആവുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ എക്സാം ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുമോ? അതാണ് നമ്മുടെ അടുത്ത ചിന്ത എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ റിസൾട്ട് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ തകൃതിയായിട്ട് തന്നെ വാല്യുവേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു മെയ് 20-നുള്ളിലായിട്ട് തന്നെ നമ്മുടെ റിസൾട്ട് വരുമെന്നാണ് അറിയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ അതിനോട് അകം തന്നെ നടന്നു കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ആ ഒരു ദിവസത്തിനുള്ളിൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൂടെ പഠിച്ചവരൊക്കെ ജയിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഉയർന്ന മാർക്കിൽ ജയിച്ചു പോകുന്നു, ഞങ്ങൾ മാത്രം ഇങ്ങനെ ഫെയിലായിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും? +2 ഫെയിലായി 2 വർഷം നഷ്ടപ്പെട്ടു, ക്വാളിഫിക്കേഷൻ നേരെ 10ാം ക്ലാസ്സിലേക്ക് താഴ്ന്നു പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവും. അപ്പൊ ആ ദുരനുഭവം മറികടക്കാൻ +2 ഫെയിലായി കഴിഞ്ഞാൽ, ഇൻ കേസ് തോറ്റുപോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എക്സാം ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ, ആ പരീക്ഷ ഉണ്ടെങ്കിൽ അതെന്നായിരിക്കും വരിക? ഓക്കെ, അതുപോലെ തന്നെ എത്ര വിഷയം വരെ എഴുതാൻ സാധിക്കും? പരീക്ഷ ഉണ്ടെങ്കിൽ എത്ര വിഷയം വരെ എഴുതാം? അതുപോലെ തന്നെ കമ്പാർട്ട്മെന്റ് ആയിട്ട് എഴുതിയ വിദ്യാർത്ഥികളുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പൊക്കെ, ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ 2021 വരെയൊക്കെ പരീക്ഷ എഴുതിയിട്ട് +2 തോറ്റു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവരാണല്ലോ കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ്. അപ്പൊ ഈ കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിന് ഇപ്പൊ എഴുതിയിട്ടുള്ള വിഷയം ഏതെങ്കിലും തോറ്റു പോവുകയാണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനും അല്ലെ, അവർക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ +2-ന് നമ്മൾ അപേക്ഷ കൊടുത്തു. +1 എക്സാം റെഗുലർ ആയിട്ട് പഠിച്ച വിദ്യാർത്ഥികളുടെ ഇടയിൽ +1 എക്സാം എഴുതി നല്ല മാർക്കോട് കൂടി പാസ്സായി +2-ന് അപേക്ഷ കൊടുത്തു. +2 എക്സാമിന് അപേക്ഷ കൊടുത്തു, ഹാൾ ടിക്കറ്റ് വന്നു, പക്ഷേ എഴുതാൻ സാധിച്ചില്ല. ഒരു വിഷയം പോലും എഴുതാൻ സാധിച്ചില്ല. 6 എണ്ണത്തിൽ ഒന്നുപോലും എഴുതാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ എക്സാം ഉണ്ടെങ്കിൽ അതിനൊരു ചാൻസ് കിട്ടുമോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് നമ്മൾ ഇതിലൂടെ പറയുന്നു. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ കൂടാം, കാരണം വിശദമായിട്ട് മറുപടി പറയുമ്പോൾ ലെങ്ത് കൂടാം. നിങ്ങൾ വലിച്ചു നീട്ടി കാണാതെ അത് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. മക്കളെ, ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോ ഒരാൾ പോലും പേടിക്കേണ്ടതില്ല എന്ന് ആദ്യമേ പറയട്ടെ. നിങ്ങൾക്ക്, അതായത് ഈ വർഷം പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തോറ്റുപോയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജയിച്ചവർക്ക്, മാർക്ക് കുറഞ്ഞു പോയവർക്ക് ഫുൾ വിഷയം ജയിച്ചിട്ടുണ്ട്, മാർക്ക് കുറഞ്ഞു പോയ വിഷയങ്ങളുണ്ട്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുമോ? അത് നമുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇംപ്രൂവ്മെന്റ് സാധ്യമാണോ എന്നുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പൊ ഇവിടെ എന്താണ്? പരീക്ഷ ഉണ്ടാകുമെന്നാണ്. തോറ്റുപോയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? +2 പരീക്ഷ തോറ്റുപോയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും പരീക്ഷ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാണ് ഉണ്ടാവുക? +2-ന്റെ റിസൾട്ട് വരുന്നു, അതിന് ശേഷം ഉടനെ തന്നെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരും.
പ്ലസ് ടുവിന്റെ റിസൾട്ട് എന്നാണ് വരുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയ് 20 പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു എന്ന് വിചാരിക്കുക. 21-ാം തീയതി തന്നെ നിങ്ങളുടെ സേ എക്സാമിന്റെ നോട്ടിഫിക്കേഷനും കൂടെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സേ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഫീസൊക്കെ കളക്ട് ചെയ്യുന്നു. പിന്നെ ഏകദേശം ഒരു 15-ഓ 20-ഓ അല്ലെങ്കിൽ 25 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ എക്സാം നടക്കും. മനസ്സിലായോ? അധികം താമസിയാതെ തന്നെ എക്സാം നടക്കും. അപ്പൊ മിക്കവാറും നമുക്കിപ്പോ നിലവിലുള്ള സാഹചര്യങ്ങളിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഈ റിസൾട്ട് വേഗത്തിലാക്കാനുള്ള ശ്രമം നടക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജൂണില് +1 റെഗുലർ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കാൻ പോവുകയാണ്, ജൂൺ 13 മുതൽ. അപ്പോൾ ജൂൺ 13 മുതൽ പിന്നെ മാസാവസാനം വരെ ആ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് വേണ്ടി +1 വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് കാര്യങ്ങൾ, അവരുടെ ചേർക്കൽ അല്ലെ, പുതിയ കുട്ടികളെ ചേർക്കൽ, +2വിന്റെ ക്ലാസ് ആരംഭിക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് വരുന്ന ചില മാസങ്ങളാണ്, അതായത് ജൂൺ ജൂലൈ തുടങ്ങിയുള്ള മാസങ്ങൾ. അപ്പോൾ മിക്കവാറും സേ എക്സാം അങ്ങോട്ട് ബാക്കിലോട്ട് പോകാൻ സാധ്യതയില്ല. റിസൾട്ട് വന്ന ഉടനെ തന്നെ, +2 റിസൾട്ട് വന്ന ഉടനെ തന്നെ നേരത്തെ തന്നെ നടക്കാനാണ് സാധ്യത. അപ്പൊ സേ പരീക്ഷ എഴുതണം അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഏത് വിഷയമാണോ നിങ്ങൾ തോൽക്കാൻ സാധ്യതയുള്ളത് ആ വിഷയത്തിന്റെ നോട്ട്സ് ഇപ്പോൾ തന്നെ ഇരുന്ന് വായിക്കുക. ഓക്കെ, അത് ക്ലിയർ ചെയ്യാം. ഇനി എത്ര വിഷയം വരെ എഴുതാം? 3 വിഷയം വരെ എഴുതാൻ സാധിക്കും. തോറ്റുപോയിട്ടുള്ള 3 വിഷയങ്ങൾ വരെ എഴുതാം. തോറ്റുപോയിട്ടുള്ള 3 വിഷയങ്ങൾ വരെ എഴുതാം. ഓക്കെ, ഇനി കമ്പാർട്ട്മെന്റുകാർക്ക് എഴുതാൻ സാധിക്കുമോ? കമ്പാർട്ട്മെന്റുകാർക്ക് എഴുതാം. അവർ വേറൊരാളുകളൊന്നും അല്ലല്ലോ. കമ്പാർട്ട്മെന്റുകാർക്ക് എഴുതാം. ഈ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ കമ്പാർട്ട്മെന്റുകാർക്ക് എഴുതാമെന്നാണ്. അല്ലാതെ ഈ പരീക്ഷ എഴുതാത്ത മുൻകാലങ്ങളിലുള്ള തോറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും സേ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ഈ പരീക്ഷ എഴുതിയിട്ടുള്ള കമ്പാർട്ട്മെന്റുകാർക്ക് എഴുതാം. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്പാർട്ട്മെന്റുകാർക്ക് പ്രത്യേകം പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 2009 മുതൽ 2016 വരെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, അതായത് 16ന്റെ ഉള്ളിൽ വരുന്ന, ആ ഇയറിന്റെ ഉള്ളിൽ വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അത്തരം ആളുകൾക്കിടയിൽ ആരെങ്കിലും തോൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ സേ പരീക്ഷ കൊണ്ട് നിങ്ങൾ അത് തീർപ്പാക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഇനി ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. 2017 മുതലുള്ളവർക്ക് നെക്സ്റ്റ് ഇയർ 2023 മുതലൊക്കെ എഴുതാൻ സാധിക്കും. പക്ഷെ 16 വരെയുള്ളവരെ സംബന്ധിച്ച് ലാസ്റ്റ് ചാൻസ് ആണ്. പ്രത്യേകം ഓർക്കുക, അവർ ഈ പരീക്ഷ, എല്ലാവരും ഈ പരീക്ഷയിൽ ജയിക്കുമെന്ന് ഒക്കെ നമുക്ക് ഉറപ്പിക്കാം. ഇനി ജയിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? സേ പരീക്ഷ എഴുതാം. അതിൽ നിങ്ങൾ മാക്സിമം എഴുതിയെടുക്കാൻ നോക്കുക, ജയിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. +2വിന് നമ്മൾ എക്സാമിന് അപേക്ഷ കൊടുത്തു. +1 ഒക്കെ പഠിച്ചു, നല്ല മാർക്കൊക്കെ വാങ്ങി. +2വിന് റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ പോയി, അറ്റൻഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തു, ഹോൾ ടിക്കറ്റ് വന്നു. പക്ഷെ എക്സാം എഴുതാൻ സാധിച്ചില്ല. വീട്ടിലെ ചില സാഹചര്യങ്ങൾ കാരണമൊക്കെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠനാന്തരീക്ഷത്തിന്റെ ഒരു പോരായ്മ കൊണ്ടൊക്കെ നമുക്ക് 6 വിഷയവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കാരണോ, ആക്സിഡന്റ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിന്റെ കാരണം കൊണ്ടോ പല സംഭവിക്കാനോ. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 6 വിഷയവും എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, 6 വിഷയത്തിന്റെ കേസാണ് പറഞ്ഞത്, +2വിൽ ഒരു വിഷയം പോലും എഴുതാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പരീക്ഷ എഴുതാമോ, അതായത് സേ പരീക്ഷ എഴുതാമോ? പ്രത്യക്ഷത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല എന്നാണ് പറയുക. അതായത് എഴുതാമോ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റില്ല. കാരണം അവർ +2വിനൊന്നും എഴുതിയിട്ടില്ലല്ലോ. +2വിൽ ഏതെങ്കിലും ഒരു വിഷയം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, ബാക്കിയുള്ളത് ആബ്സെന്റ് ആണെങ്കിൽ അതെന്താവാം? അതിൽ 3 വിഷയം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പക്ഷെ ഒരു വിഷയം പോലും +2വിൽ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് എന്താ ചെയ്യുക? അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ അവർ കാത്തിരിക്കേണ്ടി വരും. നമ്മളൊരു നമ്മളൊരു പ്രതീക്ഷ വെക്കുക, നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ വെക്കുക. ആ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് ഗവൺമെന്റ് സൂചിപ്പിക്കണം. അതായത് ഈ വർഷം പരീക്ഷ എഴുതിയ, +2 പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് 6 വിഷയവും അല്ലെങ്കിൽ ഒരു വിഷയം പോലും എഴുതാതിരുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി അവരുടെ എല്ലാ വിഷയങ്ങളും എഴുതിയെടുക്കാൻ, ഈ സേ പരീക്ഷയ്ക്ക് എഴുതിയെടുക്കാൻ സാധിക്കുമെന്ന ഒരു വിവരണത്തോടു കൂടിയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞൊരു കേസ്. ഇനി അങ്ങനെ അല്ലെങ്കിലോ, ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ വരും, അത് നോട്ടിഫിക്കേഷൻ വരെ നമ്മൾ കാത്തിരിക്കണം. ഇനി അത് വന്നില്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മുടെ സേ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ സേ പരീക്ഷ അനുവദിച്ചു തരണം എന്ന് അറിയിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സാം JDക്ക്, അതായത് എക്സാം JD എന്ന് പറയുന്നത് എക്സാമിനേഷൻ ജോയിന്റ് ഡയറക്ടർ ആണ്. ആ ജോയിന്റ് ഡയറക്ടർക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു മെയിൽ അയക്കുക.
ഓക്കെ. അപ്പൊ ആ മെയിൽ നമ്മൾ ലെറ്റർ എഴുതി ഉണ്ടാക്കിയിട്ട് ആ ലെറ്ററിൽ നമ്മൾ വൃത്തിയിൽ എഴുതി ഉണ്ടാക്കി അത് നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തെടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്താൽ മതി. മെയിൽ അറ്റാച്ച് ചെയ്ത് അയക്കുക. ഓക്കെ. അതൊന്ന് എക്സാം ജെഡിക്കും അപേക്ഷ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അപേക്ഷ കൊടുക്കുക. ഇങ്ങനെയുള്ള ആളുകൾ മാത്രം കേട്ടോ, ഈ എക്സാം എഴുതാത്ത ആളുകളുടെ കേസാണ്. അത് ചിലപ്പോൾ പരിഗണിച്ചേക്കാം, അതുകൊണ്ടാണ്. അപ്പൊ പക്ഷെ അത് എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യണം, ഇപ്പൊ തന്നെ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നാളെ മുതൽ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ അത് ചെയ്യുക. എക്സാമിന് മുന്നോടിയായിട്ട് തന്നെ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ചെയ്യണം. എങ്കിലേ നമുക്ക് അതിലൊരു പരിഹാരം അവർ ഉണ്ടാക്കി തരികയുള്ളൂ. ഓക്കെ. കൂടുതൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ, പഠനാന്തരീക്ഷം മോശം അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലമോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആക്സിഡന്റ് കേസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നഷ്ടപ്പെടുമല്ലോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അവരുടെ മെയിലിലേക്ക് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ചിലപ്പോൾ അല്ലെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് അവര് അനുവദിച്ചു തരുമെന്നുള്ളതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സേ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ സേ ഉണ്ടാകും, അതിൽ സംശയമൊന്നും വേണ്ട. സേക്ക് 3 വിഷയം വരെ നമുക്ക് എഴുതാവുന്നതാണ്. തോറ്റ വിഷയങ്ങൾ 3 വരെ എഴുതാവുന്നതാണ്. ഓക്കെ. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു A+ വാങ്ങാൻ എല്ലാ വിഷയത്തിലും, അതായത് +1 എല്ലാ വിഷയത്തിലും A+ ഉണ്ട്, +2 2 വിഷയത്തിൽ A+ പോയി അല്ലെങ്കിൽ A+ കിട്ടിയില്ല. അപ്പൊ A+ കിട്ടാൻ വേണ്ടിയിട്ട്, ജയിച്ച കുട്ടികൾ A+ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, സേ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. ബാക്കിയുള്ളതിനൊക്കെ 4 അല്ലെങ്കിൽ 5 എനിക്ക് A+ ഉണ്ട്, 1 മാത്രം A+ നഷ്ടപ്പെട്ടു. അപ്പൊ അത് എനിക്ക് A+ ആക്കി മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഈ പരീക്ഷ എഴുതാൻ സാധിക്കുമോ? ഓക്കെ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരവുമായിട്ട് പുതിയൊരു വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.